ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ VFAയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മുമ്പുള്ള ക്ലാസ്സുകളിൽ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. പക്ഷേ മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ ആണ്. അതായത് PSC മുമ്പ് VFA നിലവാരത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും VFA എക്സാമുകൾക്ക് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയ മറ്റ് അനുബന്ധ വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുള്ള സോഴ്സിൽ നിന്ന് തന്നെ, അതായത് PSC എടുക്കാനുള്ള സോഴ്സിൽ നിന്ന് തന്നെ നമ്മളും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളത് പഠിച്ചു പോകണം. റിലേറ്റ് ചെയ്ത കാര്യങ്ങളും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ ചിലത് തെറ്റായത് ചോദിക്കും. അപ്പൊ അവിടെ തെറ്റായി കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ശരിക്കുള്ള ശരി എന്താണെന്ന് മനസ്സിലാക്കുക. ഈ രീതിയിലുള്ള ഓരോ പോയിന്റ്സും വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോവും. ഓക്കെ, നിങ്ങൾ പഠിച്ചു പോകണം എന്നല്ല, ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചിരിക്കും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കും. നല്ല രീതിയിൽ കണ്ടു തീർക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം വിട്ട് കളയണ്ട, എപ്പോഴും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ടൈം ആയിട്ടുണ്ട്, ഇനിയും പുതിയ കാര്യങ്ങൾ മാത്രം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു മൈൻഡ് വെക്കരുത്. റിവിഷൻ ചെയ്യാതിരുന്ന നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ പോലും പോയി തെറ്റിച്ചു പോകും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. നല്ല രീതിയിൽ പോയിട്ട്, അതായത് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം. ഈ ജോലി നിങ്ങൾക്ക് എന്തായാലും ഒരു ഉറപ്പാവണം. ഓക്കെ, എന്തായാലും ഒരു സർക്കാർ ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ. തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെ മാത്രം പഠിക്കുക. നല്ല കോൺഫിഡൻസ് വരണം എന്നുണ്ടെങ്കിൽ, കോൺഫിഡൻസോട് കൂടെ പോയി എക്സാം എഴുതാന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവിഷൻ ഉണ്ടാവണം. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവണം. ഓക്കെ, അപ്പൊ ഏത് ചോദ്യം വന്നാലും, അതായത് ഒരു ചോദ്യം കണ്ട് ഇനി ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ ഓപ്ഷൻസ് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. നമുക്ക് അധികമൊന്നും പറയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ LDC LGS ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞായിരുന്നു. 2027 LDC ബൂസ്റ്ററും 2027 LGS ബൂസ്റ്ററും അത് കൂടാതെ SCRT ബൂസ്റ്റർ ഓൺലി ഒരു കോഴ്സും ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, LDCയുടെയും LGSന്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് LDC ബാച്ചിലോ LGS ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാനുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. എത്ര പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഞാൻ പറയുന്ന സ്റ്റെപ്സ് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിൽ എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വൈകാൻ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ ഇപ്പൊ VFAക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ മുൻതൂക്കം കൊടുക്കേണ്ടത് VFAക്കാണ്. ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് തീരുമാനിക്കുക. ഈ എക്സാമിന് നല്ല കോൺസെൻട്രേഷൻ കൊടുത്ത് നല്ല റിവിഷൻ ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ പോയി അറ്റൻഡ് ചെയ്യുക. പിന്നെ VFA ബാച്ച് ഉണ്ടോ വെച്ച് ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. VFAക്ക് നമുക്ക് ഓൾറെഡി ഒരു ബാച്ച് ഉണ്ട്, അതിലേക്ക് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്. പലരും പെൻഡിംഗ് ഉള്ള ക്ലാസ്സുകൾ കണ്ട് തീർത്തോളം എന്ന് വേണ്ട, കാരണം അത്രയും അവർ എഫേർട്ട് എടുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പെൻഡിംഗ് ഉള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ കണ്ട് തീർത്തോളം എന്നുള്ള ഒരു ഉറപ്പിൽ അവർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി അതിന് ടൈം കിട്ടാത്തവരാണെങ്കിൽ പെൻഡിംഗ് ഉള്ള ക്ലാസ്സുകൾ ഫുൾ ഇരുന്ന് കാണാതെ നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യുക. അതായത് ആ ടോപ്പിക്സ് നമ്മൾ അവിടെ ക്ലാസ് ഇട്ടുണ്ടാവും, അങ്ങനത്തെ ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ബാക്കി പഠിക്കാത്ത ടോപ്പിക്സ് പെട്ടെന്ന് കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ VFAയുടെ കോഴ്സ് തീർക്കാൻ പറ്റും. അതിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അധികമൊന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാന്ന് നോക്കാം. ഓക്കെ, ശരിയും തെറ്റിട്ട് വെക്കണം എന്ന് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോഴായാലും അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇങ്ങനെ എന്ത് ചോദ്യം വന്നാലും ഇതിന്റെ അടുത്ത് പോയിട്ട് ശരിയാണെങ്കിൽ ശരി ഇട്ട് വെക്കുക, തെറ്റാണെങ്കിൽ തെറ്റിട്ട് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 2010 തണ്ണീർത്തട നിയമപ്രകാരം കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2017 അതെന്താണ്? അത് തെറ്റാണ്. ഓക്കെ, അത് തെറ്റാണ്. 2010 തണ്ണീർത്തട നിയമപ്രകാരം നിലവിൽ വന്നത് 2015 കേട്ടോ. ഓക്കെ, കിട്ടിയല്ലോ. 2010 തണ്ണീർത്തട നിയമപ്രകാരം കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2015 17 അല്ല. ഓക്കെ, 15 ഇത് എന്താണ് തെറ്റെന്നും ശരി ഉത്തരം എന്താണെന്നും ഇവിടെ തന്നെ പഠിച്ചു പോവാ കേട്ടോ. കേരളത്തിൽ 3 റംസാർ സൈറ്റുകൾ ഉണ്ട്. കേരളത്തിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ട്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. അല്ലെ, കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടു കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. പിന്നെ ഉള്ളത് അഷ്ടമുടി കായൽ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. ഈ 3 എണ്ണമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട റംസാർ സൈറ്റുകൾ. കേരളത്തിൽ 3 റംസാർ സൈറ്റുകൾ ഉണ്ട്. അപ്പൊ അത് ശരിയാണ്.
സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. അതെന്താണ്? തെറ്റാണ്. ഓക്കെ, പരിസ്ഥിതി വകുപ്പ് മന്ത്രിയല്ല, അത് തെറ്റാണ്. അന്താരാഷ്ട്ര തണ്ണീർത്തട ദിനം ഫെബ്രുവരി 8 ആണ്. ഫെബ്രുവരി 8 അല്ല, ഫെബ്രുവരി 2 ആണ് കേട്ടോ. ഫെബ്രുവരി 2 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ കേരളത്തിൽ 3 റംസാർ സൈറ്റുകളാണുള്ളത്. കേരളത്തിൽ എത്ര റംസാർ സൈറ്റുകളാണുള്ളത്? കേരളത്തിൽ 3 റംസാർ സൈറ്റുകളാണുള്ളത്. ഓക്കെ, വൈസ് ചെയർമാൻ ആയിട്ട് വരാറുള്ളത് ചീഫ് സെക്രട്ടറി ആണ്. അപ്പൊ അതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ കേരളത്തിൽ 3 റംസാർ സൈറ്റുകൾ ഉണ്ട്. അത് ശരിയാണ്. 3 റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ടുള്ള വേമ്പനാട്ടുകായൽ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള ശാസ്താംകോട്ടക്കായൽ, പിന്നെ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന അഷ്ടമുടിക്കായൽ. ഇത് 3ഉമാണ് എന്ത്? കേരളത്തിലെ 3 റംസാർ സൈറ്റുകൾ. അപ്പൊ റംസാർ സൈറ്റുകൾ ഏതാണ് കിട്ടി? ഫെബ്രുവരി 2 ആണ് തണ്ണീർത്തട ദിനം. ഇത് ചോദ്യം വരാറുണ്ട് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് ചോദ്യമായിട്ട് വൺ വേർഡ് ആയിട്ട് എപ്പോഴും വരുന്ന ഒരു സാധനമാണ് തണ്ണീർത്തട ദിനം എന്നുള്ളത്. അത് ഫെബ്രുവരി 2 ആണ് കേട്ടോ. ഫെബ്രുവരി 2 ആണ്. ലോക തണ്ണീർത്തട ദിനം എന്ന് ചോദ്യം വരികയാണെങ്കിൽ അത് ഫെബ്രുവരി 2 ആണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ആണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഇത് ശരിയാണ്. കേരളത്തിൽ 3 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. കേരളത്തിലെ 3 റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? ചിലപ്പോൾ ഇങ്ങനെയും ചോദ്യം വരാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരളത്തിലെ 3 റംസാർ സൈറ്റുകളിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം വരാം. അപ്പൊ ഏതാണ് പെടുന്നത്? ഏതൊക്കെയാണ്? വേമ്പനാട്ടുകായൽ, ശാസ്താംകോട്ടക്കായൽ, അഷ്ടമുടിക്കായൽ. ഇതൊക്കെയാണ് കേരളത്തിലെ 3 റംസാർ സൈറ്റുകൾ. 2010 തണ്ണീർത്തട നിയമപ്രകാരം കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2015 2015 എന്ത് വർഷമാണ്? അന്താരാഷ്ട്ര എന്ത് വർഷമാണ്? മണ്ണ് വർഷമാണ് അല്ലെ? മണ്ണ് വർഷമാണ്. 2015 മണ്ണ് വർഷമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2015 മണ്ണ് വർഷമാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് എന്നുള്ളത് തെറ്റാണ്. ഇത് കാരണം ആദ്യം 2015 ആദ്യം ഇത് നിലവിൽ വരുമ്പോൾ ചെയർമാൻ ആയിരുന്നത് ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരല്ല? പരിസ്ഥിതി വകുപ്പ് മന്ത്രി അല്ല. നിലവിൽ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ ആയി വരുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറിയുമാണ്. അന്താരാഷ്ട്ര തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 ആണ്. റിപ്പീറ്റ് ചെയ്ത് പഠിക്കണേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ. തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ദിനങ്ങൾ കുറച്ചെണ്ണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡേയ്സ് ഫെബ്രുവരി 4 ആണ് ക്യാൻസർ ദിനം എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. പിന്നെ വനജയുടെ കാലിൽ ക്ഷയം എന്നൊക്കെ കോഡ് വെച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ മിസ്സാക്കരുത്. ഓക്കെ, ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഓരോ മൈന്യൂട്ട് പോയിന്റ്സും അതിൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആവുന്നതാണ്. ഓക്കെ, 2010 തണ്ണീർത്തട നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2015 എന്നുള്ളത് നമ്മൾ പഠിച്ചു. 2015 2015 മെയ്യിൽ ആദ്യമായി തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വരുമ്പോൾ അതിന്റെ ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു. ഓക്കെ, ആ സമയത്ത് ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു. നിലവിൽ ചെയർമാനായി വരുന്നത് മുഖ്യമന്ത്രിയാണ്. 2017 തണ്ണീർത്തട നിയമപ്രകാരം നിലവിലെ കേരള സംസ്ഥാന അതോറിറ്റി നിലവിൽ വന്നത് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2017 ഡിസംബർ 28 2017 ഡിസംബർ 28 നിലവിലെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നിട്ടുള്ളത്. അത് ഏത് നിയമപ്രകാരം? 2017 തണ്ണീർത്തട നിയമപ്രകാരം. നമുക്ക് അവിടെ തെറ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നത് 2010 തണ്ണീർത്തട നിയമപ്രകാരം 2017 അത് നിലവിൽ വന്നതെന്ന് പറഞ്ഞത് പൊട്ട തെറ്റാണ്. 2015 നിലവിൽ വന്നത്. 2010 നിയമപ്രകാരം 2015 നിലവിൽ വന്നത്. എന്ത്? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2010 നിയമപ്രകാരം 2015 2017 നിയമപ്രകാരം 2017 ഡിസംബർ 28 നിലവിൽ വന്നിട്ടുള്ളത്. അതും ക്ലിയർ ആണ്. ഓക്കെ, ഇനി വേമ്പനാട്ടുകായൽ തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, പിന്നെ ശാസ്താംകോട്ടക്കായൽ എന്നിവയാണ് കേരളത്തിലെ 3 റംസാർ സൈറ്റുകൾ. കേരളത്തിലെ 3 റംസാർ സൈറ്റുകൾ ഒന്ന് പഠിച്ചു വെക്കുക. വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ 3 റംസാർ സൈറ്റുകൾ. ഓക്കെ, അന്താരാഷ്ട്ര തണ്ണീർത്തട ദിനം നമ്മൾ പഠിച്ചു. ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ക്ലിയർ അല്ലേ? അപ്പൊ ലോക തണ്ണീർത്തട ദിനം എന്തായാലും പഠിച്ചു വെച്ചോ. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 2015 നിലവിൽ വന്നത്. 2010 തണ്ണീർത്തട നിയമപ്രകാരം. ഇനി 2017 തണ്ണീർത്തട നിയമപ്രകാരമാണ് ചോദ്യമെങ്കിൽ അത് 2017 ഡിസംബർ 28 നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ തണ്ണീർത്തട സൈറ്റുകൾ ഞാൻ പിന്നെയും പറയുന്നു, പഠിച്ചു വെക്കണം. 3 എണ്ണം ഉള്ളത്. അത് 3ഉം പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ ഫെബ്രുവരി 2 ഈ ഡേറ്റ് എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ,
വൺ വേർഡ് ആയിട്ടൊക്കെ എപ്പോഴും വരാറുള്ള ഒരു ഭാഗമാണ്. വൺ വേർഡ് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഇനി മേ ബി വരാം, ഇപ്പോൾ വന്നതുപോലെ തന്നെ. അപ്പോൾ എന്തായാലും ആ ഡേറ്റ് പഠിച്ചു വെക്കുക. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 കേട്ടോ, ഫെബ്രുവരി 2. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇത് അടുത്ത റിപ്പീറ്റ് ചെയ്യുന്ന സാധനം. ഇതിനി ഈ സാധനം റിപ്പീറ്റ് ചെയ്ത് വരുവേ, ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരും, അല്ലെങ്കിൽ ദിവസക്കൂലി ഇതുപോലെ വൺ വേർഡ് ആയിട്ട് വരും. എങ്ങനെ വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പേരൊക്കെ മാറ്റി സംഭവമൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫുൾ ഫോം നമുക്ക് പഠിക്കാം. ഇതിലിപ്പോ ചോദ്യം എന്താ? പദ്ധതി പ്രകാരം കേരളത്തിലെ ദിവസക്കൂലി എത്ര രൂപയാണ്? VB ഗ്രാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് വായിച്ചെടുത്തോ, ഏത് രീതിയിൽ വേണമെങ്കിലും വായിച്ചോ. ദിവസക്കൂലി 401 രൂപയാണ് കേട്ടോ. 401 രൂപയാണ് ദിവസക്കൂലി. അത് വൺ വേർഡ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചോ. വൺ വേർഡ് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് PSC ഇപ്പൊ വൺ വേർഡുകൾ കുറച്ചിട്ടുണ്ടെങ്കിലും കണക്കുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡേറ്റ്സിന്റെ ഒക്കെ കാര്യത്തിൽ വൺ വേർഡ് അതുപോലെ തന്നെ ചോദിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പോവുക. 401 രൂപയാണ്. എത്രയാണ്? 401 രൂപയാണ്. കേരളത്തിൽ എത്രയാണ്? 401. കേരളത്തിലെ ദിവസക്കൂലി എത്രയാണെന്ന് ചോദ്യം വന്നാ 401 രൂപ. ഇനി നമുക്ക് അടുത്ത് നോക്കാം, അടുത്ത പോയിന്റ്സ് നോക്കാം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി നിലവിൽ വന്ന പദ്ധതിയാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. ഓക്കെ, ഇത് ഫുൾ ഫോം അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഫുൾ ഫോം മാത്രമായിട്ടും ചോദ്യം വരും. എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഓക്കെ, അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്താ? VBG ഗ്രാം ജി. ഓക്കെ, ഇതിന്റെ ഫുൾ ഫോം എന്താണ്? ഫുൾ ഫോം ചോദ്യം വരും, അത് അതുപോലെ തന്നെ പഠിച്ചോ. എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നതാണ് ഫുൾ ഫോം. ഏതിന് പകരമായി നിലവിൽ വന്നു എന്നും ചോദ്യം വരും. നമുക്ക് നമ്മുടെ നീതി ആയോഗ് അതായത് നീതി ആയോഗ് ഏതിന് പകരമായിട്ടാണ് നമുക്ക് ചോദ്യം വരാറുണ്ട്? ഏതാണ്? ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് നീതി ആയോഗിന്റെ ഫുൾ ഫോം എപ്പോഴും ചോദ്യം വരും. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. അതുപോലെ തന്നെ ഇതും ചോദ്യം വരും. ഓക്കെ, പിന്നെ അത് എന്ന് പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് ഇനി നല്ല റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരും. ഉറപ്പിച്ചോ, വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോ, അത് എന്തായാലും ഇനി ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി നിലവിൽ വന്ന പദ്ധതിയാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് പിന്നെ അജീവിക മിഷൻ ഗ്രാമീൺ. അപ്പൊ ഫുൾ ഫോം നേരെ പഠിച്ചു വെക്കുക. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പൊ ഇത് പ്രാബല്യത്തിൽ വന്ന ദിവസം ചോദ്യം വന്ന എന്നാണ്? 2026 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നത്. കേരളത്തിലെ ദിവസക്കൂലി എത്രയാണ് നമ്മൾ പഠിച്ചു? 401. ഓക്കെ, പ്രാബല്യത്തിൽ വന്നത് 2026 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നത്. 2026 ജൂലൈ 1 എന്നാണ് പ്രാബല്യത്തിൽ വന്നത്. 2026 ജൂലൈ 1 ഏതിന് പകരമായിട്ടാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ടാണ് ഏത് നിലവിൽ വന്നത്? നമ്മുടെ വികസിത് ഭാരത്. ഫുൾ ഫോം അങ്ങനെ തന്നെ പഠിച്ചോ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നതാണ് ഫുൾ ഫോം. ഇനി പദ്ധതിയുടെ ദേശീയ തല ഉദ്ഘാടനം 2026 ജൂലൈ 2 ആന്ധ്രാപ്രദേശിലെ മുക്കവരിപ്പള്ളി ഗ്രാമത്തിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നിർവഹിച്ചു. ഇതും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, എന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞത്? അതായത് ആന്ധ്രാപ്രദേശിലെ മുക്കവരിപ്പള്ളി. ഓക്കെ, മുക്കവരിപ്പള്ളി ഗ്രാമത്തിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനം നടന്നത് 2 കേട്ടോ, ജൂലൈ 2 ഇത് പ്രാബല്യത്തിൽ വന്നതാണ് 2026 ജൂലൈ 1. അതും മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ദേശീയ തല ഉദ്ഘാടനം ജൂലൈ 2 എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പദ്ധതി പ്രകാരം ദിവസവേതനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഹരിയാനയാണ്. അത് 409 രൂപയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, 409 രൂപയാണ് ഹരിയാനയിൽ. സിക്കിമിലെ ചില പ്രദേശങ്ങളിൽ 450 രൂപ വേതനമായി നൽകുന്നുണ്ട്. സിക്കിമിലെ ചില പ്രദേശങ്ങളിൽ. എന്നാൽ ഏറ്റവും കൂടുതൽ നൽകുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദ്യം വന്നാൽ അത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ 409 രൂപയാണ്. കേരളത്തിൽ 401 രൂപയാണ് കേട്ടോ. കേരളത്തിൽ 401. അത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് വൺ വേർഡ് ആയിട്ട് ചോദ്യം വരും. എന്നാൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്നും അത് എത്ര രൂപയാണെന്നൊക്കെ ചോദ്യം വന്നാൽ അത് ഹരിയാനയിൽ 409 രൂപയാണ്. നമ്മുടെ കേരളത്തിൽ എത്ര രൂപയാണെന്ന് ചോദ്യം വന്നാൽ അത് 401 രൂപയാണ്. അതുവരെ ക്ലിയർ ആണ്. സിക്കിമിലെ ചില പ്രദേശങ്ങളിൽ 450 രൂപയാണ്. അതുവരെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത നോക്കാം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായ ജോഡി ഏതാ നമുക്ക് നോക്കാം.
കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം എപ്പോഴാണ്? 1957 അല്ലെ? 1957. ഇത് എന്താണ്? ഇത് ശരിയാണ് കേട്ടോ, ഇത് ശരിയാണ്. അപ്പൊ ശരിയായ ജോഡി ഇതാണ് ശരിയായ ജോഡി. കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം 1957. കേരള കാർഷിക ബന്ധ ബിൽ അതെപ്പോഴാണ്? 59 കേട്ടോ, 59 ഇത് 1900, അതായത് കേരള ലാൻഡ് അസൈൻമെന്റ് ആക്ട് ആണെങ്കിൽ 1960 1960. പിന്നെ കേരള റയട്ട്വാരി കുടിയന്മാരുടെയും കുടികിടപ്പുകാരുടെയും സംരക്ഷണ നിയമമാണെങ്കിൽ അത് 1962. ഇതൊക്കെയാണ് ഇവിടെ തെറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, വർഷങ്ങളാണ് മാറി വന്നിട്ടുള്ളത്. അപ്പൊ വർഷങ്ങൾ ശ്രദ്ധിക്കുക. കേരള കാർഷിക ബന്ധ ബില്ലാണെങ്കിൽ 1959. കേരള ലാൻഡ് അസൈൻമെന്റ് ആക്ട് ആണെങ്കിൽ 1960. ഇത് 62 മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. 1957 ഒന്നാം സർക്കാരിന്റെ, നമ്മുടെ ആദ്യ സർക്കാരിന്റെ അല്ലെ, ഒന്നാം സർക്കാരിന്റെ കാലത്താണ് കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസ്സാക്കിയത്. 1957 ഒന്നാം സർക്കാരിന്റെ കാലത്താണ്. നമുക്ക് ആദ്യത്തെ മന്ത്രിമാർ പഠിച്ചു നോക്കട്ടോ. ആദ്യത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചോദ്യം വരും. ആദ്യത്തെ മുഖ്യമന്ത്രി ഒന്നും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കില്ല, പ്രിലിംസിനൊക്കെയാണ് ചോദിക്കുക. പക്ഷെ നമ്മുടെ ആദ്യ മന്ത്രിസഭയിലെ വനിത ആരെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ആരാണ്? KR ഗൗരിയമ്മയാണ്. ഏതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? റവന്യൂ എക്സൈസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അത് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇത് കഴിയുന്നതിന് മുമ്പ് പഠിച്ചു പോവാ. അപ്പൊ 1957 ഒന്നാം സർക്കാരിന്റെ കാലത്താണ് കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസ്സാക്കിയത്. 1957 ഡിസംബർ 21 KR ഗൗരിയമ്മ അവതരിപ്പിച്ച കാർഷിക ബന്ധ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയത് 59 ജൂൺ 10. ഇത് ഞാൻ പറഞ്ഞു 59 നമ്മൾ പറഞ്ഞു കേട്ടോ. 59 കേരള ലാൻഡ് അസൈൻമെന്റ് ആക്ട് പാസ്സാക്കിയത് 60 നമ്മൾ പഠിച്ചു. 60. പിന്നെ കേരള റയട്ട്വാരി കുടിയന്മാരുടെയും കുടികിടപ്പുകാരുടെയും സംരക്ഷണ നിയമം പാസ്സാക്കിയത് 62. ഇപ്പൊ വർഷങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഒന്നുകൂടെ പഠിക്കുക. 1957 ഒന്നാം സർക്കാരിന്റെ കാലത്താണ് കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസ്സാക്കിയത്. ഏത് വർഷമാണ്? 1957. 1957 കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസ്സാക്കിയത്. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസ്സാക്കിയത് 1957. 1957 ഡിസംബർ 21 KR ഗൗരിയമ്മ ബില്ല് അവതരിപ്പിച്ചത്. കാർഷിക ബന്ധ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയത്, അത് അവതരിപ്പിച്ചത് 1957 ഏത് മാസമാണ്? ഡിസംബർ 21. എന്നാൽ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ പാസ്സാക്കിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1959 ജൂൺ 10. ഓക്കെ, കേരള ലാൻഡ് അസൈൻമെന്റ് ആക്ട് പാസ്സാക്കിയത് 1960 കേട്ടോ. 1960 കേരള ലാൻഡ് അസൈൻമെന്റ് ആക്ട് പാസ്സാക്കിയത് 1960. കേരള റയട്ട്വാരി കുടിയന്മാരുടെയും പിന്നെ കുടികിടപ്പുകാരുടെയും സംരക്ഷണ നിയമം പാസ്സാക്കിയത് 62. ഇതുവരെ ഈ വർഷങ്ങൾ, ഈ പഠിച്ച എത്രയും 4 വർഷങ്ങൾ എന്തായാലും ഒന്ന് കാണാതെ തന്നെ പഠിച്ചു വെക്കുക. വർഷങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ടത് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണെന്ന് നമുക്കറിയാം, EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ. അപ്പോൾ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം വരാറുണ്ട്. ഏതാണ്? 1.25 കോടി മലയാളികൾ, പിന്നെ അതുപോലെ തന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി, ഇതൊക്കെ ആരുടേതാണ്? ഇതൊക്കെ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികളാണ് കേട്ടോ. ഓക്കെ, EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികൾ പഠിച്ചു വെക്കണം. 1.25 കോടി മലയാളികൾ, 1.25 കോടി മലയാളികൾ. ഇത് എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കേട്ടോ. ഇനിയും റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കും. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദിക്കും. പിന്നെ ചോദ്യം വരും കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാലും രണ്ടും EMSന്റെ കൃതികളാണ് കേട്ടോ. രണ്ടും EMSന്റെ കൃതിയാണ്. ഓക്കെ, രണ്ടും EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികളാണ്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയി. ഓക്കെ, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ് കേട്ടോ EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെ, കേരളത്തിൽ നല്ല ചോദ്യം വരിക. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ആരെന്ന് ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നൊക്കെ ചോദ്യം വന്നത് ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാട്. കൃതികൾ മറക്കരുത്. 1.25 കോടി മലയാളികൾ, 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ഇതൊക്കെ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികളാണ്. അതും പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു, അതായത്
ജോസഫ് മുണ്ടശ്ശേരി എന്താണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് അല്ലെ. വിദ്യാഭ്യാസം, സഹകരണം, ഓരോ വകുപ്പുകൾ പഠിച്ചു വെക്കണം. വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത്. ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത്. ഓക്കെ, അപ്പോ കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദ്യം വരും. ചോദ്യം വരാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരാറുണ്ട്. അപ്പൊ പഠിച്ചു വെച്ചോ, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. പിന്നെ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത അല്ലെ, കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഒരേ ഒരു വനിതയാണ് കെ ആർ ഗൗരിയമ്മ. ഓക്കെ, കെ ആർ ഗൗരിയമ്മ. കൈകാര്യം ചെയ്ത വകുപ്പുകൾ റവന്യൂ, എക്സൈസ് ആണ് കേട്ടോ. റവന്യൂ, എക്സൈസ് എന്നിവയാണ് കൈകാര്യം ചെയ്തത്. റവന്യൂ, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്തത് ആരെന്ന് ചോദ്യം വന്നത് ആരാണ്? കെ ആർ ഗൗരിയമ്മ. കെ ആർ ഗൗരിയമ്മ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതയാണ് കേട്ടോ. ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത അല്ലെങ്കിൽ ആദ്യ വനിതാ മന്ത്രിയാണ് ആര്? കെ ആർ ഗൗരിയമ്മ. ഓക്കെ, അപ്പൊ കെ ആർ ഗൗരിയമ്മ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതൊക്കെയാണ്? റവന്യൂ, എക്സൈസ് എന്നിവയാണ് കൈകാര്യം ചെയ്തത്. ചിലപ്പോൾ കൈകാര്യം ചെയ്ത വകുപ്പുകളാവും ചോദ്യം വരിക. റവന്യൂ, എക്സൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ആരെന്ന് ചോദ്യം വരും. കെ ആർ ഗൗരിയമ്മയാണ്. അല്ലെങ്കിൽ ആദ്യ മന്ത്രിസഭയിൽ കെ ആർ ഗൗരിയമ്മ ചെയ്ത വകുപ്പുകൾ, കെ ആർ ഗൗരിയമ്മ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതെന്ന് എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരും. അപ്പൊ തിരിച്ചും മറിച്ചും ചോദ്യം പ്രതീക്ഷിച്ച് പഠിച്ചു പോവുക. ഓക്കെ, റവന്യൂ, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്തത് കെ ആർ ഗൗരിയമ്മ. വിദ്യാഭ്യാസം, സഹകരണം ജോസഫ് മുണ്ടശ്ശേരിയാണ്. വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസം, സഹകരണം. ആരോഗ്യം ആരാണ്? ആരോഗ്യം എ ആർ മേനോൻ ആണ് അല്ലെ. ഡോക്ടർ എ ആർ മേനോൻ ആണ് ആരോഗ്യം കൈകാര്യം ചെയ്തത്. ആരോഗ്യം ഡോക്ടർ എ ആർ മേനോൻ. ഓക്കെ, പിന്നെ നിയമം, വൈദ്യുതി വി ആർ കൃഷ്ണയ്യറാണ്. വി ആർ കൃഷ്ണയ്യറാണ് നിയമം, വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്തത്. നിയമം, വൈദ്യുതി വി ആർ കൃഷ്ണയ്യർ. ഓക്കെ, പിന്നെ തൊഴിൽ, ഗതാഗതം ആരാണ്? ടി വി തോമസ്. തൊഴിൽ, ഗതാഗതം എന്നിവ കൈകാര്യം ചെയ്തത് ടി വി തോമസ് ആണ്. തൊഴിൽ, ഗതാഗതം ടി വി തോമസ് ആണ് കേട്ടോ. തൊഴിൽ, ഗതാഗതം, തൊഴിൽ. പിന്നെ ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് കെ സി ജോർജ് ആണ്. ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് ആരാണ്? കെ സി ജോർജ്. ഓക്കെ, അപ്പൊ ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയത് എന്തായാലും ഒന്ന് അറിഞ്ഞു വെക്കുക. പ്രത്യേകിച്ച് ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആയതുകൊണ്ട് കെ ആർ ഗൗരിയമ്മ പഠിച്ചു വെക്കണം. പിന്നെ വിദ്യാഭ്യാസവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാഭ്യാസം എന്തായാലും അറിഞ്ഞിരിക്കണം. ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദ്യം വന്നാൽ അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം. പിന്നെ നിയമം, വൈദ്യുതി ആരാണ്? നിയമം, വൈദ്യുതി കൈകാര്യം ചെയ്തത് വി ആർ കൃഷ്ണയ്യർ ആണ് കേട്ടോ. നമ്മളത് കോഡൊക്കെ വെച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് വൈദ്യുതി? അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്മമ്മമാരൊക്കെ എന്ത് പറയും? എന്റെ കൃഷ്ണ എന്ന് പറയും അല്ലെ. കറണ്ട് പോയാൽ എന്റെ കൃഷ്ണ, ആ കൃഷ്ണ വെച്ച് കണക്ട് ചെയ്താൽ മതി. വി ആർ കൃഷ്ണയ്യർ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം അത്ര കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. അടുത്തത്, ഒന്നാം കേരള നിയമസഭാ കാലത്തെ സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആര്? ഇത് ചോദ്യം വരാൻ ഇനി നല്ല ചാൻസ് ഉണ്ട്. ഇനിയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഒന്നാം കേരള നിയമസഭാ കാലത്തെ സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? സി അച്യുത മേനോനാണ് കേട്ടോ. സി അച്യുത മേനോൻ. സി അച്യുത മേനോനാണ്. ആരാണ്? സി അച്യുത മേനോൻ. സി അച്യുത മേനോൻ ആരാണ്? സി അച്യുത മേനോൻ. പഠിച്ചു വെച്ചോ, സി അച്യുത മേനോൻ. ഒന്നാം കേരള നിയമസഭാ കാലത്തെ സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി നിയമിച്ച സമിതിയുടെ അധ്യക്ഷനാണ് സി അച്യുത മേനോൻ. സി അച്യുത മേനോൻ. നമുക്ക് നോക്കാം. കേരളം രൂപവൽകൃതമായ ശേഷം സമഗ്ര ഭൂപരിഷ്കരണ നിയമം എന്ന നിലയിൽ നിലവിൽ വന്ന ആദ്യ നിയമം 1960 കേരള കാർഷിക ബന്ധ നിയമം. കേരള കാർഷിക ബന്ധ നിയമം. പിന്നെ സി അച്യുത മേനോൻ ഇതും പഠിച്ചു വെച്ചാൽ ധനകാര്യമന്ത്രിയാണ് കേട്ടോ. അതും ചോദ്യം വരും. നമ്മൾ മന്ത്രിമാരെ ഡിസ്കസ് ചെയ്ത ഒരെണ്ണം പറയാൻ വിട്ടുപോയി. ആദ്യ ധനകാര്യമന്ത്രി ആരെന്ന് ചോദ്യം വന്ന സി അച്യുത മേനോനാണ് കേട്ടോ. സി അച്യുത മേനോനാണ് ആദ്യ ധനകാര്യമന്ത്രി. കേരളം രൂപവൽകൃതമായ ശേഷം സമഗ്ര ഭൂപരിഷ്കരണ നിയമം എന്ന നിലയിൽ നിലവിൽ വന്ന ആദ്യ നിയമമാണ് 1960 കേരള കാർഷിക ബന്ധ നിയമം. പിന്നെ 1960 കേരള കാർഷിക ബന്ധ നിയമം നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയായിരുന്നു. ആരാണ്? പട്ടം താണുപിള്ളയായിരുന്നു കേട്ടോ മുഖ്യമന്ത്രി. 1960 കാർഷിക ബന്ധ നിയമം റദ്ദാക്കിക്കൊണ്ട് കൂടുതൽ സമഗ്രമായി പാസാക്കിയ നിയമമാണ് 1963 കേരള ഭൂപരിഷ്കരണ നിയമം. 1963 കേരള ഭൂപരിഷ്കരണ നിയമം. അപ്പോൾ 1960 കാർഷിക ബന്ധ നിയമം റദ്ദാക്കിക്കൊണ്ട് കൂടുതൽ സമഗ്രമായി പാസാക്കിയ നിയമമാണ് 1963 കേരള ഭൂപരിഷ്കരണ നിയമം. 1963 കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ ആണ്. ആരാണ്? ആർ ശങ്കർ. ശ്രദ്ധിച്ചു പഠിക്കുക. 1960 കേരള അതായത് കാർഷിക ബന്ധ നിയമം നിലവിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. പിന്നെ
1963 കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ. ആരാണ്? ആർ ശങ്കർ ആണ് കേട്ടോ. ആർ ശങ്കർ ആണ്. ഒരു വട്ടം കൂടെ, കേരളം രൂപവൽകൃതമായ ശേഷം സമഗ്ര ഭൂപരിഷ്കരണ നിയമം എന്ന നിലയിൽ നിലവിൽ വന്ന ആദ്യ നിയമം 1960 കേരള കാർഷിക ബന്ധ നിയമമാണ്. 1960 കാർഷിക ബന്ധ നിയമം നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? പട്ടം താണുപിള്ള. ആരാണ്? പട്ടം താണുപിള്ളയാണ്. 1960 കാർഷിക ബന്ധ നിയമം റദ്ദാക്കിക്കൊണ്ട് കൂടുതൽ സമഗ്രമായി പാസാക്കിയ നിയമമാണ് 1963 കേരള ഭൂപരിഷ്കരണ നിയമം. കേരള ഭൂപരിഷ്കരണ നിയമം 1963 കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ ആണ്. 60 പട്ടം താണുപിള്ള, 63 ആർ ശങ്കർ ആയിരുന്നു മുഖ്യമന്ത്രി. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അത്രയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യ ധനകാര്യമന്ത്രി സി അച്യുത മേനോനാണ് കേട്ടോ. അതുകൂടെ പഠിച്ചു വെക്കുക. ധനകാര്യം പഠിച്ചു. റവന്യൂ എക്സൈസ് കെ ആർ ഗൗരിയമ്മ. മുഖ്യമന്ത്രി നമുക്കറിയാം ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഏതെങ്കിലും പറയാൻ വിട്ടുപോയോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അല്ലാത്തൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് ഇനിയും നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കി തെറ്റായത് നമ്മൾ ഇവിടുന്ന് തിരുത്തി പഠിച്ചിട്ട് പോണ്ടേ? നോക്കാം. കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 93 അല്ല, 93 എപ്പോഴാണ്? 95 കേട്ടോ. 1995 അപ്പൊ അത് തെറ്റാണ്. സോറി, തെറ്റാണ്. 95 ആണെങ്കിൽ ശരിയാണ്. ഇവിടെ 93 കൊടുത്തുള്ളത്. അപ്പൊ അതെന്താണ്? തെറ്റാണ്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 96 ഇതെന്താണ്? ഇത് ശരിയാണ് അല്ലെ? ഇവിടെ ശരിയാണ്. ഇത് ശരിയാണ്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി 6 വർഷമാണ്. അല്ല, 5 വർഷമാണ് കേട്ടോ. 5, ഇതും 5 ആണ്. 5 വർഷമാണ്. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ജസ്റ്റിസ് ഡി ശ്രീദേവി ആയിരുന്നു. അതും തെറ്റാണ്. സുഗതകുമാരിയാണ് ആദ്യ ചെയർപേഴ്സൺ. സുഗതകുമാരിയാണ്. അപ്പൊ ഇതും എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പൊ തെറ്റ് തിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ അത്രയും എളുപ്പമാവും. എങ്ങനെയാണ് തെറ്റുകൾ കൊടുക്കുക എന്നുള്ളതും കൂടെ മനസ്സിലാവുമല്ലോ. അപ്പൊ ഇത് 95 കേട്ടോ. 95 ഇത് 96 ശരിയാണ്. പിന്നെ കാലാവധി വരുന്നത് 6 വർഷം എന്നാണ് കൊടുത്തിട്ടുള്ളത്. 5 വർഷമാണ് കാലാവധി വരുന്നത്. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ജസ്റ്റിസ് ഡി ശ്രീദേവി ആയിരുന്നു എന്നതും തെറ്റാണ്. ആരാണ്? സുഗതകുമാരിയാണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. നമുക്ക് നോക്കാം കേട്ടോ. കേരള വനിതാ കമ്മീഷൻ ബിൽ 1990 പ്രകാരം കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 95 നമ്മൾ പഠിച്ചു. 95 നിയമം നിലവിൽ വന്നത്. കേരള വനിതാ കമ്മീഷൻ ബിൽ വകുപ്പ് 5 പ്രകാരം കേരള വനിതാ കമ്മീഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നത് 96 മാർച്ച് 14 96 മാർച്ച് 14 1996 മാർച്ച് 14 വനിതാ കമ്മീഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നത്. പിന്നെ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി 5 വർഷമാണ്. 5 വർഷമാണ്. നേരത്തെ അവിടെ കൊടുത്തിട്ടുള്ളത് 6 വർഷം എന്നാണ്. അപ്പൊ അത് തെറ്റാണ് കേട്ടോ. 5 വർഷമാണ്. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി. ആദ്യ ചെയർപേഴ്സൺ ആരാണ്? സുഗതകുമാരി ആയിരുന്നു. നമ്മൾ പഠിച്ചു. കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ പി സതീദേവി. അത് ഓരോന്നും, അതായത് ഓരോ എക്സാം എടുക്കുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ എക്സാം എടുക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ, അതായത് നിലവിൽ അതായത് വനിതാ കമ്മീഷൻ, പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇതിലൊക്കെ ചെയർപേഴ്സൺ ഓക്കെ ആരാണ്, അധ്യക്ഷൻ ആരാണെന്ന് ആ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക. ഓക്കെ, കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ പി സതീദേവി. ഇതാണ് ചോദ്യം വരിക. കേരള വനിത, ഇത് ചോദ്യം വരില്ല എന്നല്ല, ഇത് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് മാത്രം എക്സാമിന് പോവുക. ഇതെപ്പോഴും നമ്മൾ പഠിച്ചിരിക്കണം. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്. വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ. മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ എപ്പോഴും ചോദ്യം വരുന്ന, അല്ലെ, ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരുന്ന ഒന്നാണ്, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. അപ്പൊ അതും പഠിച്ചു വെച്ചോ. മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങളും ഏതൊക്കെ ഭാഗങ്ങളാണ് ഏകദേശം മനസ്സിലായി ഞാൻ പറഞ്ഞു. ഇനിയുള്ളതിൽ ഇങ്ങനത്തെ ഭാഗങ്ങൾ എന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങൾ സോഴ്സിൽ നിന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ചോദ്യം വരും. PSC അവിടുന്ന് സെലക്ട് ചെയ്യും. അതായത് അത്രയും കണ്ടറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോഴ്സ് തപ്പി എടുത്തിട്ട് കൊണ്ടുവന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ഭാഗങ്ങളും, പിന്നെ അതുപോലെ തന്നെ PYQ നമ്മൾ നിർത്തിയിട്ടില്ല. ഇതിന്റെ ഇടയിൽ ഇനി അടുത്ത പാർട്ടി ചിലപ്പോൾ PYQ ആയിട്ടാവും വരിക. അപ്പോൾ രണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകും. PYQക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ തന്നെ സോഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. രണ്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദ്യങ്ങൾ മാത്രമല്ല, ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു, എങ്ങനെയാണ് അവിടെ തെറ്റായി കൊടുക്കാമെന്നും അതെന്താണ് അതിൽ ശരിയെന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിച്ചെടുത്ത് പോകും. പിന്നെ അതിൽ റിലേറ്റഡ് ഫാക്ട്സും,
അതായത് അതുമായി ബന്ധപ്പെടുത്തി ഇനി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ നോട്ട്സ് നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LDC LGS 2027 LDC ബൂസ്റ്ററിന്റെയും LGS ബൂസ്റ്ററിന്റെയും രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റു ബാച്ചിന്റെ ഡീറ്റെയിൽസ് SCRT ബൂസ്റ്ററിന്റെ ക്ലാസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCRT ബൂസ്റ്റർ ബാച്ചിന്റെ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്പർ ഉണ്ട്. അതിൽ മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ക്ലാസ് കണ്ടാൽ മതി, നിങ്ങൾ അവിടുന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകും. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കാൻ മറക്കരുത്. പിന്നെ ക്ലാസ് മറ്റൊരാൾക്ക് കൂടെ ഉപകരിക്കും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് അവർക്കും ഇത് ഉപകരിക്കും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.